പിടിച്ചുലച്ച സംഭവ വികാസങ്ങൾക്കൊടുവിൽ ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജാമ്യാപേക്ഷ തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരിക്കുകയാണ്. ജഡ്ജി അരുന്ധതി ദിലീപ് പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ പ്രതിക്കെതിരെയുള്ള ആരോപണങ്ങളുടെ ഗൗരവവും അതിജീവിത ഉന്നയിച്ച പരാതികളിലെ വസ്തുതകളും കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. 2024 ഏപ്രിലിൽ നടന്നതായി പറയപ്പെടുന്ന സംഭവത്തിൽ 2026 ജനുവരി 11-നാണ് ക്രൈംബ്രാഞ്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സോഷ്യൽ മീഡിയയിലൂടെയുള്ള പരിചയമാണ് ഈ കേസിലേക്ക് നയിച്ച പ്രാഥമിക ഘടകം. പരാതിക്കാരിയായ യുവതിയുടെ വ്യക്തി ജീവിതത്തിലെ പ്രയാസകരമായ സാഹചര്യങ്ങൾ മുതലെടുത്ത് പ്രതി വിശ്വാസം നേടിയെടുത്തതായാണ് ആരോപണം. അതിജീവിതയുടെ ദാമ്പത്യ ജീവിതത്തിലുണ്ടായ അസ്വാരസ്യങ്ങളിൽ ആശ്വാസം നൽകിക്കൊണ്ട് പ്രതി അവരുമായി അടുപ്പമുണ്ടാക്കി. ഈ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് 2024 ഏപ്രിൽ 8-ന് തിരുവല്ലയിലെ ഒരു ഹോട്ടലിൽ വെച്ച് പീഡനം നടന്നുവെന്നാണ് FIR-ൽ വ്യക്തമാക്കുന്നത്. പൊതുജന മധ്യത്തിൽ താൻ തിരിച്ചറിയപ്പെടാൻ സാധ്യതയുണ്ടെന്ന കാരണം പറഞ്ഞ് ഒരു പൊതുസ്ഥലത്തോ റെസ്റ്റോറന്റിലോ വെച്ച് കാണാമെന്ന അതിജീവിതയുടെ ആവശ്യം പ്രതി നിരാകരിച്ചു. തുടർന്ന് അതിജീവിതയുടെ പേരിൽ തന്നെ ഹോട്ടൽ മുറി ബുക്ക് ചെയ്യാൻ പ്രതി അവരെ നിർബന്ധിക്കുകയും ചെയ്തു. സംസാരിക്കാനായി മുറിയിൽ പ്രവേശിച്ച യുവതിയെ പ്രതി അവിടെ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്നാണ് പ്രോസിക്യൂഷൻ വാദം. എതിർത്തപ്പോൾ ശാരീരികമായി ഉപദ്രവിക്കുകയും മുഖത്ത് തുപ്പുകയും ചെയ്തതായി അതിജീവിതയുടെ മൊഴിയിൽ പറയുന്നുമുണ്ട്. പീഡനത്തെ തുടർന്ന് അതിജീവിത ഗർഭിണിയായെങ്കിലും അത് പിന്നീട് ഗർഭചിത്രത്തിൽ കലാശിക്കുകയും ചെയ്തു. ഈ വിവരങ്ങൾ പുറത്തു പറയാതിരിക്കാൻ പ്രതി തന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിലുണ്ട്. അതിജീവിതയുടെ സഹോദരിയുടെ വിവാഹം മുടക്കുമെന്നും അവരുടെ പിതാവിനെ വകവരുത്തുമെന്നും പ്രതി ഭീഷണി മുഴക്കി. ഇത്തരം മാനസിക സമ്മർദ്ദങ്ങളും ഭീഷണികളുമാണ് പരാതി നൽകാൻ വൈകിയതിന് കാരണമായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുന്നത്. കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചുകൊണ്ട് പ്രതിഭാഗം ഉന്നയിച്ച വാദങ്ങൾ പ്രധാനമായും ഉഭയസമ്മതം എന്നതിൽ ഊന്നിയതായിരുന്നു. പ്രതിഭാഗം അഭിഭാഷകൻ മുന്നോട്ട് വെച്ച പ്രധാന പോയിന്റുകൾ ഇവയായിരുന്നു. ഹോട്ടൽ മുറി അതിജീവിത സ്വന്തം പേരിലാണ് ബുക്ക് ചെയ്തത്. ഇത് അവർ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പ്രതിയെ കാണാൻ എത്തിയതെന്നതിന് തെളിവാണെന്നും പ്രതിഭാഗം വാദിച്ചു. സംഭവം നടന്നതായി പറയപ്പെടുന്ന തീയതിയും പരാതി നൽകിയ തീയതിയും തമ്മിൽ വലിയ വ്യത്യാസവുമുണ്ട്. ഈ കാലതാമസം പരാതിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണെന്നും അവർ ആരോപിച്ചു. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം ഇലക്ട്രോണിക് മാർഗങ്ങളിലൂടെ പരാതി ലഭിച്ചാൽ 3 ദിവസത്തിനുള്ളിൽ ഇര FIS-ൽ ഒപ്പിടണമെന്നുണ്ട്. എന്നാൽ ഈ കേസിൽ അതുണ്ടായില്ല. കൂടാതെ സെക്ഷൻ പ്രകാരമുള്ള നിർബന്ധിത വൈദ്യപരിശോധന നടത്തിയില്ലെന്നും പ്രതിഭാഗം കോടതിയെ ബോധിപ്പിച്ചു. തന്നെ കസ്റ്റഡിയിലെടുത്തപ്പോൾ അറസ്റ്റിന്റെ കാരണങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തിയില്ലെന്നും പ്രതിഭാഗം വാദിച്ചു. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതിയുടെ ജാമ്യാപേക്ഷയെ അതിശക്തമായി എതിർക്കുകയും ചെയ്തു. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പ്രതിക്ക് സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും വലിയ സാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. പ്രതി അന്വേഷണത്തോട് ഒട്ടും സഹകരിക്കുന്നില്ലെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതുകൊണ്ട് മാത്രം അന്വേഷണം പൂർത്തിയായി എന്ന് പറയാനാവില്ലെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. അതിജീവിതയ്ക്ക് നേരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ പ്രതിയുടെ സ്വാധീനത്തിന് തെളിവാണെന്നും പ്രതി പുറത്തിറങ്ങിയാൽ ഇരയുടെ ജീവൻ അപകടത്തിലാകുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രതിയുടെ സമാനമായ മുൻകാല ചരിത്രവും കോടതിയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇരുഭാഗത്തിന്റെയും വാദങ്ങൾ വിശദമായി കേട്ട കോടതി അതിജീവിതയുടെ മൊഴിയിൽ പ്രഥമ ദൃഷ്ട്യാ വിശ്വാസ്യതയുണ്ടെന്ന് കണ്ടെത്തി. കോടതിയുടെ വിധിന്യായത്തിലെ പ്രധാന നിരീക്ഷണങ്ങൾ ഇങ്ങനെയായിരുന്നു. ഹോട്ടൽ മുറി സ്വന്തം പേരിൽ ബുക്ക് ചെയ്തു എന്നത് മാത്രം ഒരു ബന്ധം ഉഭയസമ്മതപ്രകാരമാണെന്ന് കരുതാൻ മതിയായ കാരണമല്ല. ഒരു റെസ്റ്റോറന്റിൽ വെച്ച് കാണാൻ ഇര ആവശ്യപ്പെട്ടിട്ടും പ്രതി അവരെ സമ്മർദ്ദത്തിലാക്കി മുറി ബുക്ക് ചെയ്യിപ്പിക്കുകയായിരുന്നു. സംസാരിക്കാനായി മുറിയിൽ കയറിയ ഉടൻ തന്നെ പ്രതി ബലാത്സംഗം ചെയ്തുവെന്ന മൊഴി ഗൗരവമുള്ളതാണെന്നും കോടതി നിരീക്ഷിച്ചു. BNSS പ്രകാരം FIS-ൽ ഒപ്പിടാൻ വൈകിയത് കേസിലെ ആരോപണങ്ങളെ ദുർബലപ്പെടുത്തുന്നില്ല. നിയമത്തിലെ അത്തരം സാങ്കേതിക വീഴ്ചകൾക്ക് പ്രത്യാഘാതങ്ങൾ പ്രത്യേകമായി പറയുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. പരാതി നൽകാൻ വൈകിയതിന് ഇര നൽകിയ വിശദീകരണം, ആക്രമണത്തോടുള്ള ഭയം, കുടുംബത്തെക്കുറിച്ചുള്ള ആശങ്ക എന്നിവ ന്യായമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയുമുണ്ടായി. പ്രതി ഒരു സിറ്റിംഗ് MLA ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ സ്വാധീനവുമുണ്ട്. ഈ കേസിലെ ഇരയ്ക്കും മുൻപ് ഇയാൾക്കെതിരെ പരാതി നൽകിയ മറ്റിരകൾക്കും നേരെ സൈബർ ബുള്ളിംഗ് നടക്കുന്നുവെന്നത് പ്രതിയുടെ സ്വാധീനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരം സാഹചര്യത്തിൽ ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ അട്ടിമറിക്കുമെന്നും കോടതി വിലയിരുത്തി. പ്രതിക്കെതിരെയുള്ള ആരോപണങ്ങൾ കേവലം വൈരാഗ്യ ബുദ്ധിയാൽ കെട്ടിച്ചമച്ചതാണെന്ന് കരുതാൻ കഴിയില്ലെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. ബലാത്സംഗം എന്ന കുറ്റകൃത്യത്തിന് ആവശ്യമായ ഘടകങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യാപേക്ഷ തള്ളിയത്. നിലവിൽ പ്രതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. ഈ വിധിക്കെതിരെ പ്രതിഭാഗം ഹൈക്കോടതിയെ സമീപിക്കാനാണ് സാധ്യത. കേസിന്റെ അന്വേഷണം പ്രാരംഭഘട്ടത്തിലായതിനാൽ ക്രൈംബ്രാഞ്ച് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വരികയാണ്.